ഒരു കാലത്ത് കേരളത്തിലെ ബ്രേക്ക് ഡാൻസ് വേദികളെ കോരിത്തരിപ്പിച്ച പേരായിരുന്നു ഷെൽട്ടന്റേത്. കോരിത്തരിപ്പിക്കുക എന്നത് വെറുമൊരു വാക്കായിരുന്നില്ല ഷെൽട്ടന്റെ കാര്യത്തിൽ. ഷെൽട്ടനും കൂട്ടരും മത്സരത്തിനുണ്ടെന്നറിഞ്ഞാൽ എതിരാളികൾ അല്പം പേടിയോടുകൂടിയായിരുന്നു സമീപിച്ചിരുന്നത്. പിന്നീട് കാലം മാറി, ബ്രേക്ക് ഡാൻസ് പതുക്കെ അരങ്ങൊഴിഞ്ഞു. ഷെൽട്ടനും മറ്റൊരു ജീവിതമാർഗം തേടിപ്പോയി. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മൂൺ വാക്ക് എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ ഷെൽട്ടൻ തന്റെ പഴയ കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുന്നു. അത് ഈ ഡാൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ ഇതിനോട് എനിക്ക് താല്പര്യമുള്ള ആളാണ്. ഡാൻസ്, മ്യൂസിക് എല്ലാം നമ്മുടെ ബ്ലഡിലുണ്ട് ഓൾറെഡി. അങ്ങനെ ഇങ്ങനെ ഡാൻസിന്റെ കാര്യത്തിൽ ഞാൻ ചെറുപ്പത്തിൽ 86 എന്റെ സുഹൃത്തിന് പരിചയപ്പെടുന്നു, നിക്സൺ. എന്റെ വീടിന്റെ അടുത്തുള്ളവനാണ്. അവൻ നന്നായി ഡാൻസ് കളിക്കും. അവൻ തൃശ്ശൂരൊക്കെ ഫേമസാ. ഡിസ്കോണ് കളിക്കാം. ഡിസ്കോ മൂന്നൊക്കെ കളിക്കും. അങ്ങനെ ഞാൻ നിക്സനായിട്ട് ഇങ്ങനെ കമ്പനിയായി. ഞങ്ങള് അവനായിട്ട് കൂട്ടായി. അവനോട് പറഞ്ഞൊന്ന് കാണിക്കട. അങ്ങനെ പറഞ്ഞ് അവൻ കാണിക്കുമ്പോൾ ഞാനും കാണിക്കുന്നു. അവന് ഇഷ്ടമായി. നീ കാണിക്കണ്ടടാ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ആ മൈൻഡായി. രണ്ടുപേരും ഒരേ മൈൻഡിലേക്ക് എത്തി. അങ്ങനെ അവൻ പഠിപ്പിച്ചു വരും. മൂവാക്ക് പഠിപ്പിച്ചു. അങ്ങനെ പിന്നെ അങ്ങനെ ഈ സമയത്ത് അവന് പ്രോഗ്രാം കിട്ടുന്നത് കോളേജിൽ 26 ഡിസംബറിൽ. അപ്പോഴേക്കും നല്ല സുഹൃത്തുക്കളായി ഞങ്ങള്. അപ്പൊ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കളിക്കാം. അങ്ങനെ കൊണ്ടുപോയി. ഞാൻ അവനും കൂടി കയറണം കോളേജില്. അത് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി കളിച്ചിട്ട്. വല്ലാണ്ട് സ്റ്റെപ്പൊന്നും അറിയില്ല. ലേണിംഗ് സ്റ്റേജ് അല്ലേ. എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അതൊരു മൈൻഡിൽ മാറി. അതൊരു ബ്രേക്ക് ഡാൻസ് ഭ്രാന്തിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ കാരണം 87 ഒക്ടോബർ 2 ചേറൂർ സ്കൂളിൽ സൗപർണിക ക്ലബിന് വേണ്ടിയിട്ട് അന്ന് ഞങ്ങൾ 3 പേര്, ഞാൻ മെയ്സൺ എക്സാൻ. അത് ആകുമ്പോഴേക്കും ഒരു 87 ആകുമ്പോഴേക്കും ശരിക്കും പോയി. കയ്യിൽ നിന്ന് പോയി, ബ്രേക്കിലേക്ക് പോയി. ഞാൻ അതിലേക്ക് നെക്സ്റ്റ് പിന്നെ കളിക്കാൻ ഇതന്നെ കോരടിയിൽ വന്നു. 87 ഡിസംബർ 25 ഞാൻ തോമസ് മെയ്സൺ അല്ലേ ഞങ്ങൾ 3 പേര് കളിക്കാം. അന്ന് ആദ്യം സിംഗിൾ കളിക്കുന്നത് ബൂഗി ഡൗൺ എന്നുള്ള പാട്ടുണ്ട്. ബൂഗി ഡൗൺ ഭയങ്കര പോപ്പുലർ നമ്പറാ. എല്ലാരും ബൂഗി ഡൗൺ വെച്ച് കളിക്കും. എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാരും ബൂഗി ഡൗൺ കളിക്ക് വെക്കാൻ പറയും. കളിക്കുക ഭയങ്കര ഫേമസ് നമ്പറാ. നല്ല സ്റ്റൈൽ, നല്ലൊരു ബീറ്റൊക്കെ അടിപൊളിയാണ്. ആ പാട്ട് സിംഗിൾ ആദ്യം കളിക്കാൻ വന്നതാണ്. പിന്നെ ഞങ്ങൾ 3 പേരും ഒരു ജയമോണിക്ക്, ഞാൻ തോമസ് മെയ്സൺ അങ്ങനെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജനുവരി 2 ഒരു കോമ്പറ്റീഷൻ. അത് ഞാനും മെയ്സനും ചെയ്യാറുണ്ട്. അത് വിൻ ചെയ്തു. അവിടുന്ന് വിന്നിങ് ആയി. പിന്നെ അവിടെ ജയത്തിന്റെ കളിയായി. പിന്നെ അങ്ങനെ ഈ കളിച്ചതൊന്നും അത്ര എണ്ണാൻ പറയാൻ പറ്റില്ല. കുറെ സ്റ്റേജിലേക്ക് തന്നെയാണ്. ഒരു 4 കോമ്പറ്റീഷൻ തൃശ്ശൂർ തന്നെ കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഫസ്റ്റ് അടിച്ചു. പിന്നെ 89 ഫെബ്രുവരി 5 നടന്ന ആൾക്കാരുടെ കോമ്പറ്റീഷനും ഞാൻ സ്വർണ്ണമെഡലോട് കളി ഡാൻസ് പരിപാടി കോമ്പറ്റീഷൻ നിർത്തി. പിന്നെ വല്ല വിളിച്ചാൽ പോയി കളിക്കും, വല്ല ഫംഗ്ഷനൊക്കെ വിളിക്കും. അങ്ങനെ ചുരുങ്ങി. ലാസ്റ്റ് ഞാൻ കളിക്കുന്നത് തൃശ്ശൂർ കളിക്കുന്നത് 91 മെയ് തൃശ്ശൂർ പൂരത്തിനന്ന് ഈ കൊടമാറ്റം കഴിഞ്ഞ പിന്നെ ഒരു ബ്രേക്കാ. പിന്നെ വെടിക്കെട്ട് വരാൻ ആ സമയത്ത് എന്റർടൈൻമെന്റ് വേണ്ടി എന്റെ കൂട്ടുകാരനെ പോളിച്ചാന്റെ കൂടി ഒരു പരിപാടി, ഗാനമേള, വെസ്റ്റേൺ മ്യൂസിക്, കരാട്ടെ, അതിനിടെ എന്റെ കളി ഞാനും കളിച്ചു. അന്നാണ് തൃശ്ശൂർ അവസാനം മെയ്യില്. അത് 91. പിന്നെ ഞാൻ അവസാനം ഡാൻസ് കളി എഞ്ചിനീയറിംഗ് കോളേജിലാ 92. അത് കളിച്ചു. പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ലേ 92 നിർത്തി. റോക്ക് ബോയ്സ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ടീമുകളുണ്ട്, ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് ഈ തൃശ്ശൂര് തന്നെ കുറെ ടീമുകളുണ്ട്. അവര് അങ്ങോട്ട് ഞങ്ങളായിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവുമല്ലോ, കക്ഷി ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ടീം വേണമെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ, മെയ്സൺ, നിക്സൺ, തോമസ് കൂടി ബാൻഡ് ട്രൂപ്പിന് പേരിട്ട് റോക്ക് ബോയ്സ്. അതെന്റെ റോക്ക് ബോയ്സ് ചാലക്കുടിയിലും അവിടെ ഇവിടെയൊക്കെ കളിക്കുമ്പോ റോക്ക് ബോയ്സ് പറഞ്ഞിട്ട് പേരിട്ട് കളിച്ചത്. അത് പിന്നെ കുറെ കഴിഞ്ഞ തോമസ് പിന്നെ അതിന് മാറി. തോമസ് അത്ര നന്നായി കളിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് റോക്ക് ഒരു 5-8 സ്റ്റേജിൽ കളിച്ചിട്ടുണ്ടാവട്ടോ. അത് കഴിയുമ്പോ തോമസ് പാടി, ഞാൻ, മെയ്സൺ, ശിവദാസൻ വന്നു. അവനൊക്കെ നല്ല പെർഫോമറാണ്. അവന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവൻ വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരായി. ഞങ്ങൾ 3 പേര് ട്രൂപ്പുള്ളോ, വേറെ ആരും ഇല്ല. കാര്യം ഞങ്ങളൊപ്പം നിന്ന് ഈ നമ്മള് യൂണിറ്റ് വേണ്ട എല്ലാത്തിനും. കളിക്കുമ്പോ എല്ലാരും അതേപോലെ കളിക്കുന്ന ആൾക്കാർ വേണ്ട. മെയ്സൺ കുഴപ്പമില്ല, ശിവദാസൻ കുഴപ്പമില്ല, വേറെ ഒന്നും ഒപ്പം നിൽക്കാനുള്ള ആൾക്കാരില്ല. നമ്മുടെ ഒപ്പം നിൽക്കുമ്പോ നമ്മുടെ ആ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ നമുക്കൊരു
ബുദ്ധിമുട്ടാവും. അപ്പൊ ഞങ്ങൾ 3 പേരിൽ ഒതുങ്ങി. അങ്ങനെ അത് വെച്ചാൽ ഓർക്കേണ്ട കോമ്പറ്റീഷൻ ഞങ്ങൾ 3 പേരെ കളിച്ച ഡബിൾസ് ഞാനും മൈസൂരും കളിച്ചു. ഈ ട്രിപ്പിള് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ 3 പേര് കളിച്ചു. ഞങ്ങളെല്ലാവരും സിംഗിളും കളിച്ചു. ഞങ്ങൾക്ക് ഇവർക്ക് ആർക്കൊന്നും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഡബിൾസിനും ഗ്രൂപ്പിനും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഫസ്റ്റ് സിംഗിളിൽ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ബോയ്സിന്റെ ഉത്ഭവത്താണ് പേര്. അതൊരു ഫിലിപ്സിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ന്യൂയോർക്കില്. അതിന്റെ കാസറ്റ് നിക്സന്റെ സുഹൃത്തുണ്ട് ഷൈൻ എന്ന് പറഞ്ഞ അവൻ തന്നത് എനിക്ക് കണ്ടോ. അതിൽ നിന്നാണ് ഞാൻ ഈ പേര് കിട്ടിയതും ഈ പോപ്പിങ്ങും റോബോട്ടിക് മൂവ്മെന്റ് ഒക്കെ ഞാൻ അതിൽ നിന്ന് കൂടുതലും പഠിച്ചത്. അതൊരാൾ പഠിപ്പിച്ച ചക്കൻ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് കണ്ട് പിന്നെ എന്റെ ഇഷ്ടം നമുക്ക് അവരങ്ങാന്തമായ ഇമിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ എന്റേതായ കാര്യങ്ങൾ കൂട്ടിക്കലർത്തി ചെയ്യാം. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്നറിയോ, ഈ കേസിൽ ഞാൻ മാത്രമല്ല കണ്ടിട്ടുണ്ടാവും, വേറെ ആൾക്കാരുണ്ടാവും. അവരത് കാണിക്കുമ്പോൾ എനിക്ക് ഇതിൽ മാറി അന്വേഷണം കാണിക്കുമ്പോ ഈ സ്റ്റേജിൽ കാണിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നത് ഞാൻ മാത്രമേ കാണിക്കുള്ളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുറെ എനിക്കിഷ്ടമുള്ള സ്റ്റെപ്പുകൾ എന്റെ ഇഷ്ടത്തിന് കാണിക്കാം. എന്റെ ഐഡിയ ഒരു സ്റ്റെപ്പ് അവർ കാണിച്ചാൽ അതിൽ കൂടെ എന്റെ സാധനം ഏഡ് ചെയ്ത് കാണിച്ച് ചെയ്തുകൊണ്ടാണ് നല്ല മാർക്കും കയ്യടി എല്ലാവർക്കും ഇഷ്ടമായത്. പിന്നെ ഈ റോബോട്ടിക് സ്റ്റെപ്പുകൾക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ, അതെങ്ങനെയാണ്? അത് ഈ ഫുട് ലൂസ് ട്രൂപ്പ് അവരെ ബാബുവിന്റെ കളിയാ. ഞാനെങ്കിൽ അവരിങ്ങനത്തെ കളികളൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഈ റോബോട്ട് ഈ പോപ്പിംഗ് ഷിവറിങ് കട്ടിങ് ഒക്കെ കാണിക്കുക, അത് എല്ലാ മൂവ്മെന്റും ഷിവർ ചെയ്ത് കാണിക്കണമെന്നാണ് അവര് പറഞ്ഞത്. ഞാൻ കളിച്ചത് അതൊക്കെ അസാധ്യമായ കാര്യമാണ് അവരെന്നെ പറഞ്ഞിട്ടല്ലേ. വേണമെങ്കിൽ അവര് പറഞ്ഞ ഇന്റർവ്യൂ ഞാൻ അയച്ചാൽ അവര് തന്നെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് കണ്ടപ്പോ അവർ പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് റോബോട്ടിക്ക മൂവ്മെന്റ് ആകാൻ 3-4 ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കേരളത്തിൽ റോബോട്ട് മാനേ. അങ്ങനെ അവരെല്ലാരും പറഞ്ഞത്. എന്റെ ഡാൻസ് കാണാത്തവർ വരെ 92 കഴിഞ്ഞപ്പോ ഞാൻ വർക്കിനും തിരിഞ്ഞു. ഡാൻസ് കളിയൊന്നുമില്ല. പിന്നെ സ്റ്റൈല് മാറിയില്ലേ, പ്രഭുദേവ് വരുമ്പോ എന്നൊക്കെ ആയിട്ട് ഡാൻസിന് സ്റ്റൈൽ തന്നെ മാറി. ബ്രേക്ക് ഡാൻസ് ആരും കളിക്കണ്ടായി ഇവിടെ കേരളത്തിൽ, ഇന്ത്യയില്. ഔട്ട് ഓഫ് മറ്റേ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഫുൾ ബ്രേക്ക് ഡാൻസ് അതിന്റെ ആധുനിക രീതികൾ വരുന്നു. പുതിയ കണ്ടുപിടുത്ത പുതിയ സ്റ്റെപ്പുകൾ വരുന്നു, പുതിയ സ്റ്റൈൽ വരുന്നു. ചെയ്യുന്നതൊക്കെ ബ്രേക്ക് ഡാൻസിൽ തുടങ്ങിയ സാധനങ്ങളാണ്. ഇപ്പൊ കളിക്കുന്ന ഡാൻസും ബ്രേക്ക് ഡാൻസിന് പോപ്പിംഗ് ടാക്കോ അവരെ കളിക്കുന്ന സ്റ്റെപ്പും വെച്ച് നോക്കുമ്പോ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. 84 അവര് കളിച്ചതും ഇപ്പൊ കളിക്കുന്നതൊക്കെ ഒരേ ഏകദേശമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാത്രം സിനിമാറ്റിക് കഴിഞ്ഞ സുഖമല്ല. ഒരു ഡാൻസ് കളിക്കാൻ ഐഡിയ എല്ലാവരും കളിക്കാം. പക്ഷെ ഇത് അങ്ങനല്ല. ഇത് കഠിനമായ പ്രാക്ടീസ് വേണം. നിരന്തരമായ സ്റ്റെപ്പ് നന്നായി ചെയ്താലൊക്കെ അത് പെർഫെക്ഷൻ വരുമോ. 89 ഫെബ്രുവരി അല്ല 89 ഏപ്രിൽ 14-ാം തീയതി ഒരു ബാൻഡ് വന്നു, ഗോവൻ സിൻഡിക്കേറ്റ്, ഗോവ എന്നുള്ള ബാൻഡിന്റെ പേര്. അപ്പൊ അവര് ഇവിടുത്തെ എന്റെ ഡാൻസ് കണ്ടോട് ചോദിച്ചാൽ കളിക്കുന്ന ഷട്ടം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാർ എന്നെ കളിപ്പിക്കണം, കുറെ ആൾക്കാർ അവന്റെ കണ്ടതല്ലേ. അപ്പൊ ഞാനൊഴിഞ്ഞു വിദഗ്ധമായിട്ട്. എന്താ കാര്യം, എനിക്ക് എല്ലാരും കണ്ടിട്ടുള്ള ഈ ആൾക്കാരുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് കളിച്ചിട്ടുള്ള ഞാൻ. അപ്പൊ അതുകൊണ്ട് ഗോവയിലാകുമ്പോ ഒരു വെറൈറ്റി ആവുമല്ലോ, ഒന്നുകൂടി പുലികളാവും. അപ്പൊ അങ്ങനെ കളിച്ചോട്ടെ. അപ്പൊ എനിക്കാണെങ്കിൽ അന്നൊരു വേറെ ഡാൻസ് ഉണ്ടായിരുന്നു കാളത്തോട് ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ തുടങ്ങി വെസ്റ്റേൺ മ്യൂസിക് തുടങ്ങി ഞാൻ എക്സുണ്ട്. അപ്പൊ ഫ്ലോറിൽ ഞാൻ ഇറങ്ങി കളിക്കാൻ. അതിന് എല്ലാവരും നമ്മള് ഗാനങ്ങളാടുമ്പോ തുള്ളണ പോലെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിന് എല്ലാവരും ഫ്ലോറിൽ ഇറങ്ങി കളിക്കും. ഞാൻ ചെന്നപ്പോ 2 പേരുകളോ കുറെ കഴിഞ്ഞാൽ ഇറങ്ങുള്ള. പണ്ട് ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. ഞാൻ ഇറങ്ങിയപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു കളിക്കണ്ടാ. അപ്പൊ എനിക്ക് വിലക്കുണ്ട്. അപ്പൊ ഞാൻ ശരി കളിക്കണില്ലാന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ പിന്നെ ആൾക്കാർ 10-20 പേരായി കളിക്കുന്നു. അപ്പൊ വീണ്ടും വന്നു. ഞാൻ വീണ്ടും ഞാൻ തുടങ്ങിയപ്പോ വീണ്ടും കമ്മിറ്റിക്കാരെ വർത്താനത്തിൽ സ്ട്രോങ് ആയി. ദേഷ്യം വന്നു. നീ കളിക്കണ്ട എന്ന് പറഞ്ഞു. എനിക്ക് മാത്രം വിലക്കണം, ഞാൻ കളിക്കരുത്. ഞാൻ ബ്രേക്ക് ഡാൻസിനെ കളിക്കാം. ബ്രേക്ക് ഡാൻസ് തരക്കാനുള്ള സമയം. അങ്ങനെ ഞാൻ മോളിൽ പോയിരുന്നു. എന്റെ കൂട്ടുകാരെ കൂടി ഞാൻ ഗാലറി കയറിയിരുന്നു. അപ്പൊ ബ്രേക്ക് ഡാൻസ് അനൗൺസ് ചെയ്തു ഗോവക്കാരന്. അവരൊരു പെണ്ണും ചക്കനും കൂടി എന്തോ സർക്കസ് കാണിക്കുമ്പോ ഗാലറിയിലെ ആൾക്കാർ ക്രൗഡ് വിവാൻ ഷെൽട്ടർ അടിച്ചു. വിവാൻ ഷെൽട്ടർ അടിച്ചപ്പോ ഞാൻ ആദ്യം പേടിച്ചു ഇറങ്ങണ. അപ്പൊ എല്ലാരും എന്നെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കളിച്ചു. ഗ്രൗണ്ടിൽ ഇറങ്ങി ഫ്ലോറിൽ ഇറങ്ങി കളിച്ചു. മുകളിൽ പോയി കളിച്ചു. കഴിഞ്ഞ് പുലിവാലായി. അവിടെ പോലീസ് ആൾക്കാർ ബഹളായി. വേനലിനൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാര് കാണാൻ വേണ്ടിട്ട്. അവിടെ പോലീസ് വന്നെ പിടിച്ച് മുമ്പിൽ കൊണ്ട് തിരിഞ്ഞു. ഒന്നീ പ്രോഗ്രാം കാണാൻ വീട്ടിൽ പോകാൻ പറഞ്ഞു. പ്രോഗ്രാം കണ്ട ഞാൻ വീട്ടിൽ പോകാം. അത് ഞങ്ങൾ 50 രൂപ ടിക്കറ്റ് തന്ന 50 രൂപ ടിക്കറ്റിന് ഫ്രണ്ടിലിരിക്കാൻ ഞാൻ മുമ്പിൽ പോയിരുന്നു.
അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ സാറേ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞങ്ങൾ പുറത്തിറങ്ങി ഹോസ്റ്റലിൽ കയറ്റി വിട്ടിട്ട് ആ പോലീസ് തുടങ്ങി വന്നു. രണ്ട് പഠിത്തോ ഒരു കസാര ഇട്ടിട്ട് എന്നെ ഇരിക്കുന്ന അപ്പുറത്തോടും പോലീസിന് അനങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം എന്താണെങ്കിൽ വലിയ വാർത്തയാണ്, യൂട്യൂബിലൊക്കെ വരും. അങ്ങനെ ഒരു സംഭവം. ഈ ബ്രേക്ക് ഡാൻസിന്റെ ഈ ഒരു രംഗം വിട്ടത് അതെന്താണ് കാരണം? കാരണം തന്നെ ബ്രേക്ക് ഡാൻസ് അസ്തമിക്കും. നമ്മുടെ 90 കഴിഞ്ഞപ്പോ 90 കഴിഞ്ഞ് നമ്മള് 92 ആകുമ്പോഴേക്കും ബ്രേക്ക് ഡാൻസിന്റെ ആൾക്കാരെ പിടിക്കും. ഓൾറെഡിയിലേക്ക് ഉണ്ടാവും, ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് കളികളില്ല, പഠിപ്പിക്കാൻ ശിഷ്യന്മാരില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനി ശരിയാവില്ല. 22 വയസ്സിൽ ഞാൻ ജീവിതത്തിന് കീഴടങ്ങി, അങ്ങനെ പറയണം. അതായത് നമ്മൾ വേറെ വർക്ക് ചെയ്തില്ല. എന്റെ അനിയനും ഞാനും നിക്സനും കൂടി ഞങ്ങൾ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് തുടങ്ങി. അങ്ങനെ പോയി. അപ്പൊ പിന്നെ അതിന്റെ ബ്രേക്ക് ഡാൻസിന് ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഈ വന്ന മൂവാക്ക് സിനിമ കൂടി നമ്മള് റീലോഡായിരുന്നു. അല്ലെങ്കിൽ മനസ്സിലത് എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസ് കളിക്കുന്ന ആളെന്ന്. ഇതിൽ എല്ലാവരും കാണാറന്നെ. കളിച്ച് സമ്മാനം കിട്ടിയ ആളെ നല്ല ലൈനിലൊക്കെ ആൾക്കാർ സംസാരിക്കും, എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്നെ വിളിച്ച് താങ്കൾ കേട്ടല്ലേ. അപ്പൊ അവരന്ന ഓർക്കണമെന്നുള്ളതാണ് ഇപ്പോഴും തന്നെ. അതൊരു ഗുണം. അത് മറ്റേ തിരുവനന്തപുരത്തെ ആൾക്കാരായാലും കോട്ടയത്തെ ആൾക്കാരായാലും വന്ന എന്നെ പറയാണ്ടിരിക്കില്ല. ബ്രേക്ക് ഡാൻസില് ഉള്ള സമയത്ത് വീട്ടുകാരുടെ സപ്പോർട്ട് എത്രത്തോളം? വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ്, അവർക്കൊന്നും പ്രശ്നമല്ല. അവർക്കൊന്നും എന്റെ വീട്ടിലെ പ്രാക്ടീസ് ചെയ്യാം. അത് ശരി. എന്റെ വീട്ടില് പ്രാക്ടീസ് ചെയ്യാൻ വലിയ പ്രശ്നം. ഈ എല്ലാവരും വരും കാണാൻ. പ്രാക്ടീസ് കാണാൻ വീട് ചുറ്റും ആൾക്കാരാ. ഞങ്ങൾക്ക് ആ ഒരു ചെറിയ റൂമുള്ളൂ, അവിടെ പുറത്തൊക്കെ ഇരിക്കാൻ. കാലത്ത് തുടങ്ങുന്ന പ്രാക്ടീസാ. 4 മണി 5 മണി പ്രാക്ടീസ് പരിപാടിയാണ്. വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ല. അവർക്ക് പ്രശ്നത്തിന് ആവശ്യമില്ല. എവിടെ പോലും എനിക്ക് സമ്മാനം ഉണ്ട്. സമ്മാനം ഇല്ലാണ്ട് ഞാൻ വന്നിട്ടില്ല വീട്ടിൽ. അവർക്ക് എന്തിനാ തടയാ? നീ പോയിട്ട് കാര്യമില്ലാണ്ടായി പിന്നുണ്ട്. ഞാൻ പോയിട്ട് എല്ലാത്തിനും കാര്യമുണ്ട്. അവസാനം സ്വർണ്ണമെഡൽ എടുത്തു കൊടുത്തു, പേപ്പറിലും വന്നു, എല്ലാം കണ്ടു കിട്ടാൻ. പിന്നെ ഇതിനപ്പുറം അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ? ആ സമയത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുമാനം ഉണ്ടായിരുന്നു അതിന്? വളരെ കുറവ്. ഡാൻസ് കളിക്കാൻ പോയാൽ കൂടുതൽ 50 അല്ലെങ്കിൽ 75, മാക്സിമം 100, അത്ര നമുക്ക് കിട്ടുള്ളൂ കളിക്കാൻ പറ്റാ. എനിക്ക് കൂടുതൽ കാശ് കിട്ടിയ സ്ഥലം അത് 90 SM കോളേജാണ് പാലക്കാട് ആലത്തൂര്. അതിന് അവര് ആ പിള്ളേര് വിളിച്ചുകൊണ്ടുപോയി നല്ല കാശ് വന്നിരിക്കും. അതുകൊണ്ട് വേറെ ആരും തന്ന 100, 150, 200 മുകളിൽ പോയിട്ടില്ല. അപ്പം അതൊക്കെ കാരണം തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ വരെ നടന്നിട്ട് കാര്യമില്ല, കാര്യങ്ങൾ നടക്കണ്ടേ. ഇപ്പം ഇനി ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന കല ഇനി വീണ്ടും തിരിച്ചു വരും എന്ന് അങ്ങ് കരുതുന്നുണ്ട്? തിരിച്ചു വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. തിരിച്ചു വന്നാൽ നന്നായി. ബ്രേക്ക് ഡാൻസ് അത്രയും നല്ല രസമുള്ള ഒരു കളിയാണ്. രസം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളു, കാണാനും രസം. എന്ത് വെറൈറ്റി നമ്മൾ ഇല്ലാത്തൊരു സാധനത്തെ കൊണ്ടുവരാണ്. അതാണെങ്കിൽ ചിരിപ്പിച്ചല്ലോ, റോബോട്ട് മാൻ അല്ല, റോബോട്ട് മാൻ നമ്മൾ കൊണ്ടല്ല ചെയ്യുന്നത്. അങ്ങനെ പോപ്പിങ്ങില്ല, അല്ലാത്ത കയറില്ലാണ്ട് കയറി പിടിക്കുന്നു. അതൊക്കെ നമ്മൾ അവർ കാണിച്ചു കൊടുക്കുമ്പോ അതൊക്കെ ഒരു അത്ഭുതമാണ്. അപ്പൊ അതേപോലെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ആയി തിരിച്ചു വരട്ടെ, മനാൻ അനുവദിക്കട്ടെ എന്നാണ് എനിക്ക് ഇത്. എന്റെ അടുത്ത് വരുന്നതല്ല, മൊത്തം ഈ കളി വരട്ടെ. ഇപ്പൊ യൂറോപ്പിലെ എല്ലായിടത്തും കളിക്കുന്ന പോപ്പിംഗ് ജോണൊക്കെ ബ്രേക്ക് ഡാൻസിനെ കളിക്കുന്ന ബ്രേക്ക് ഡാൻസിനാണ്. ഇതൊക്കെ സാധനങ്ങളൊന്നുമല്ല, അവര് കളിക്കുന്ന. അങ്ങനെ വരട്ടെ, വന്ന സന്തോഷം. സിനിമയിലായാലും എവിടെയായാലും നല്ല കളികൾ വരട്ടെ, അതാണ് എനിക്ക് താല്പര്യം.